മനസ്സിലായ? എന്നെ ഒന്ന് ഡിസ്കണക്ട് അടിച്ചു വിട്ടേടാ. സിറ്റി കയറി ഒന്ന് ഡിസ്കണക്ട് അടിച്ചടാ. ഞാൻ അർജന്റ് സിറ്റുവേഷനില്ല. ഒരു സിറ്റുവേഷൻ നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഗ്യാങ് ഹൗസിനകത്ത് കയറിയത്? കക്കാശി എടുത്ത്. കക്കാശി ഇവിടെ നിപ്പുണ്ടല്ലേ? ഇല്ലില്ല, ഞാൻ ഒരു 1.5 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്ന. കറക്റ്റ് സമയത്ത് ഞാൻ ഈ ഗ്യാങ് ഹൗസിനകത്ത് തന്നെ വന്ന് കേറുകയും ചെയ്തു കേട്ടാ. എന്താ പ്രശ്നമില്ലാണോ ചോദിച്ചിട്ട് കയറുമല്ലോ. എന്തായാലും വന്നല്ലേ. കാർലോടെ ഹിസ്റ്ററി നോക്കിട്ട് പോവാ. എടാ അത് ഏതായിരുന്നടാ? അത് മറ്റേ സെർച്ച് 3x-ഉം 3x നീ ഞാൻ റേഷ്യോ മാറ്റി അല്ല ഫസ്റ്റ് ഹിസ്റ്ററി ഞാൻ ഇച്ചിരി കണ്ട ഒരു റേഷ്യോ മാറ്റി തരാം. 4:3 മാറ്റിട്ട് ഓട്ടോ ആക്കിട്ട്. ഹലോ ഹലോ അണ്ണ, തിരക്കാണോ? അല്ല ഇതാരാ? അണ്ണ പീറ്റർ അണ്ണ. पीटर पीटर अण्णा क्या तू किधर अभी? मैम केवे गैंग हाउस इनसाइड हूँ. ओके अण्णा, मीट करने के लिए एक अपॉइंटमेंट दे दो अण्णा. ഞാൻ ഇന്ന് ഫ്രീ ആകുമ്പോൾ ഉറപ്പായിട്ട് വിളിക്കാം. ഓക്കെ അണ്ണാ, പിന്നെ थोड़ा ബ്ലാക്ക് മണിയെ ബ്ലാക്ക് മണി അണ്ണൻക്ക് ആവശ്യമുണ്ടോ? പീഡി അല്ലേ പീഡി? ഞാൻ റിസൈൻ ചെയ്തു അണ്ണാ. റിസൈൻ ചെയ്തോ? റിസൈൻ ചെയ്തു അണ്ണാ. എനിക്കിവിടെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്ന. സർജറി ആയി, മെമ്മറി ലോസ് ആയി, എന്റെ ജോലി പോയി, ബഹുട്ട് പ്രോബ്ലം അണ്ണാ. ആണല്ലേ? ഞാൻ ഇത് കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ അണ്ണാ. ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പീഡി എന്ന് വിളിച്ചാ അതേതായിരുന്നു എടാ. അത് ഇപ്പൊ ഇട്ട ഇമോട്ട് ഏതായിരുന്നു ഞാൻ ചോദിച്ചത്. ടൈപ്പ് ആ സ്റ്റെയർ 5 ചന്തി കുറച്ച് തെള്ളുണ്ട് വെളിയിലോട്ട്. ചെറിയ തെളിച്ചുണ്ട്. ശരി. ഹൗ ടു ഡിഫെൻഡ് ഡേവിസ്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടാ. ഇതെല്ലാം ഡേവിസ് സെറ്റ് ചെയ്തത്. ഹൗ ടു ബെൻഡ് ഗേൾസ് എന്ന്. എന്താ ചെയ്യാനിത്? ഹൗ ടു ബെൻഡ് ഗേൾ, എങ്ങനെ ഒരു ഗേളിനെ വളയ്ക്കാം. അണ്ണനോട് വന്ന് ചോദിച്ചാ പോലെ. കൊള്ളാൻ ശരിയട്ടാ. കൊള്ള. പിന്നെന്താണ്? ഇവിടെ ഇതിനകത്ത് എന്താ നോക്കട്ടെ. ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. ഇതിനകത്ത് എന്തിനാ എഴുതി വെച്ചേക്കുന്നത്? അൺലിമിറ്റഡ് മണി ഗൂഗിൾ പേ ഹാക്ക്. ഇതൊക്കെയാണ് പയ്യന്റെ സെർച്ച് ഹിസ്റ്ററി. മനസ്സിലായ? പയ്യന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന മൊത്തം പെൺപിള്ളേര് കേട്ടാ. മൊത്തം പെൺപിള്ളേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പരിപാടി ഗെയിമിയുടെ ലീഡർ. ഇതിന്റെ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേരാ. ആവശ്യം വരുവേ. അടുത്ത സിറ്റുവേഷൻ വരുമ്പോ ഇതെടുത്ത് യൂസ് ചെയ്യാം. വഴി നമ്മളിപ്പോ എപ്പോ നോക്കിയാലും നമ്മളെ ഗ്യാങ് ഹൗസിൽ BMW മൈലേജാ. അവന്റെ ഇൻക്രീസ് BMW മൈലേജ് ഉണ്ട്. ഇതൊക്കെയാണ് പുള്ളി. പെട്രോൾ വണ്ടിയില്ല, EV വണ്ടിയിൽ എങ്ങനെ പെട്രോൾ അടിക്കാം, ഇതൊക്കെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്തിരിക്കുന്നത് പുള്ളി. എന്തൊക്കെയാണ് സെർച്ച് ചെയ്ത് നോക്കണത്. ഏതിരിക്കാൻ വയ്യ. ഞാനിപ്പോ ടിവിയുടെ ഗ്യാങ് ഹൗസിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ്. ഞാനിപ്പോ ഒരു പച്ച കളർ ഡ്രസ് കൂടെ തയ്പ്പിക്കണം കേട്ടോ എനിക്ക്. ഇതാരാടാ ഇത്? ജോണിയപ്പനല്ലേ ഇത്? പ്രായം കണ്ടാ മനസ്സിലാവൂലേ? ഹിറ്റ്മാൻ, അത് സുമതി അമ്മ, അത് കാർലോ. എടാ ഇവിടെ ഇരുന്നിട്ട് ഇത് നോക്കിയിട്ട് KVയുടെ ഒരു 15 പേരുടെ പേര് പറഞ്ഞ തുടങ്ങിക്കോ. ഫ്രണ്ടിലിരിക്കുന്ന 2 പേരാരാ? ഞാൻ ലിസ്റ്റ് പറഞ്ഞ. അല്ലല്ല, ഞാൻ പറയാം. ഇത് കാർലോ, ഇത് അപ്പാപ്പൻ, സുമതി അമ്മായി. പിന്നെ അറിയാതിരിക്കോ? സുമതി അമ്മായി, തൊട്ടിപ്പുറത്ത് സുമതി അമ്മയുടെ തൊട്ടിപ്പുറത്ത് ഹിറ്റ്മാൻ, ജോണി അപ്പാപ്പൻ, റൈറ്റിലെ അപ്പാപ്പൻ, ഈ മൊട്ട ജോണി. അതെ. പിന്നെ ആരാ നടന്നു വന്നേ? പിന്നെ വേറെ ആരാ?
പിന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ പരിപാടിയല്ലേ, അറിയാവുന്നവരല്ല. വാ വാ. ഓ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ സ്വന്തം ഗ്യാങ്സ് പോലെ കണ്ട് കേറിക്കോളാൻ പറഞ്ഞു. കേറിക്കോളാൻ പറഞ്ഞല്ലേ? ചോദിക്കേണ്ട ആവശ്യം ഉണ്ടെന്നാ ചോദിച്ചത്. ആ എന്നാലും ചോദിക്കേണ്ട നമ്മുടെ ഒരു മര്യാദ അല്ലേ. അത് ശരിയാടാ, അത് ശരിയാ. നമ്മളത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഈ പാട്ട വണ്ടിയിലാണല്ലേ ഇന്നും എന്നെ പിക്ക് ചെയ്യാൻ വന്നേ. അന്ന കൂടിയ വണ്ടി, ഓഫ് റോഡ് വണ്ടി. ഓഫ് റോഡ് വണ്ടി ഇതെനിക്ക് ഓടിക്കാൻ പറ്റൂലല്ലോ. ഇതെന്താ പുതിയ സാധനം വന്ന? ഹലോ, ഒത്തിരി ഉണ്ട്, കുറച്ചുണ്ട്. യു ആർ അറ്റംപ്റ്റിംഗ് സോ ക്വിക്ക്ലി. പോയേട്ടാ. അയ്യോ പോയെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും പോയെ. പെട്ടെന്ന് ചെയ്യണം. ലാസ്റ്റില് ഫെയിലായി പോയടാ ഒരെണ്ണത്തില്. കിട്ടണോ അണ്ണനെ കൊണ്ട് പറ്റുമോ? ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന ഒരു വണ്ടി എടുത്ത് എങ്ങനെ ഓടൂടാ? അല്ല ഇതൊക്കെ മാറ്റി എല്ലാം ചെയ്ത് നമ്മൾ എത്തുള്ളൂ. നല്ല ടൈം എടുക്കും. ഇത് പറ്റുന്നില്ല. യു ഹാവ് യൂസ്ഡ് ഓൾ ഹോട്ട്വെയർ അറ്റംപ്റ്റ് ഓഫ് ദിസ് വെഹിക്കിൾ. ഞാൻ ഒന്ന് ഓടിക്കണ്ട. എനിക്ക് ഒന്ന് ഒന്നോടെ കയറിട്ടില്ലേ? ഓക്കെ. ഞാൻ സീറ്റ് ചേഞ്ച് അടിക്കാം. ഡ്രൈവർ സീറ്റ് പറ്റൂലടാ, ഇനി ഒരിക്കലും പറ്റില്ല. സിറ്റി കയറാം. ഹലോ, വണ്ടി കയറാൻ റേഡിയോ കയറില്ല. ഒരു മിനിറ്റ്. ബീച്ചാ ഇവിടെ? റേഡിയോയിലാകെ നമ്മള് രണ്ടുപേരെ ഉള്ളല്ലേ. പെട്ടെന്ന് ബീച്ചിൽ പോകാൻ ഈ പേട്ടോട്ടി പോലെ വേറെ നമുക്കൊരു സ്വാഗ് ഉണ്ട്. അത് കരുതി പോയി കളയാൻ പറ്റില്ല. എന്റെ അത്യാവശ്യമായിട്ട് വിളിക്കുന്ന ബീച്ചിലോട്ട്. ഗോകു എവിടെയാ? എന്താടാ വണ്ടി എടുക്കട്ടത്? ഞാൻ ഗ്യാങ്ങോട്ട് എടുക്കാനാണ്. അത് അങ്ങനെ ഒരു മന്ദബുദ്ധി. ഞാൻ ഓർത്ത് ഗ്യാങ് ഹൗസിൽ പോകാനാണ്. ഓ നിർത്തൂല ഇത്. ഹലോ, കുഴഞ്ഞു വിടലാണ്. കൊമ്പൻ കാടിളക്കി വരുന്ന കൊമ്പന്. ശരിയാ, കൊമ്പനി കേറാ. എനിക്ക് ഫുഡ് ഉണ്ടല്ലോ. ഫുഡ് എന്തെല്ലാം? ഫുഡ് എവിടാ? അവനെവിടാ? ഫിലിം സെറ്റ്. എവിടെ ഫിലിം സെറ്റാ? അതെന്താ പെട്ടെന്നൊക്കെ ചോദിച്ചു മാപ്പിൽ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എനിക്ക് പോയി ശീലേ ഉള്ളണ്ട. ഫുഡ് വണ്ടിക്കത് നേരെ പൊക്കോ. എവിടെ പിങ്? എവിടെ? എനിക്ക് കാണുന്നില്ല. ഒരു പിങ് എടുത്ത് നമ്മുടെ നേരെ ഫ്രണ്ടി മുതുക്കിന്റെ അവിടെ ഇങ്ങോട്ട് വരും. എന്നാ ജെട്ടി അവൻ എന്തായാലും ചാടി താഴെ വരും. ജെട്ടിയിലാണ് അവൻ ഇപ്പൊ. എന്താ പ്രശ്നം? എന്താ കയ്യില് തോക്ക് പോലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ കേട്ടോ എനിക്ക്. എന്റെയിലുണ്ട്. എന്തോ പറയും. എവിടെ? ജെട്ടിക്കകത്താണോ അവൻ? പേരെന്താ അറിയണ്ട? പോയി ഫ്രണ്ട് പോയി. എന്താ നിനക്ക് എന്താ അറിയണ്ട? എന്റെ പൊന്നു മച്ചാനെ ചുമ്മാ ഞാനും നോക്കി. എന്റെ പൊന്നു മച്ചാനെ നമ്മള് ഫണ്ണിന് അയ്യോ നമ്മള് പോലും അല്ല. ഫണ്ണ് മച്ചാനെ മര്യാദക്ക് സംസാരിച്ചു. എന്തിനാണ് ഞാൻ ആദ്യം തന്നെ കൈവക്കിയത്. ഹലോ 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 സുഹൃത്തെ പറഞ്ഞോ. TV ആയിരുന്നല്ലേ? ടി വി ആയിരുന്നു. എന്ത് പറ്റി? നമ്മള് ചുമ്മാ ഫണ്ണാർപ്പിക്ക് വേണ്ടിട്ട് സംസാരിച്ച ആണല്ലേ? നിങ്ങള് ഫാമിലി വല്ലതാണോ? കണ്ടാ തോന്നുന്നുണ്ടോ? ഏയ് അല്ലല്ല, ചോദിച്ചാ. ഞാൻ വെറുതെ ചോദിച്ചാ. സിറ്റിസൺ ആണല്ലേ? ചുമ്മാ വള്ളി പിടിക്കാറിയാണോ? അപ്പൊ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് എന്ത് എടാ നീ ഇന്ന് വൈകുന്നേരം ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്ത അവൻ തന്നെ അല്ലേ? അതല്ലേ നീ വൈകുന്നേരം ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്തേ? ഞാനാ? അല്ലല്ല, സിനിമാറ്റിക് ഹൊറർ. നമ്മളെ പെട്ടെന്ന് ഗ്യാങ് വല്ല വള്ളി പിടിക്കാൻ വന്നാണോ രീതിയിൽ പെട്ടെന്ന് ഒരു പേപ്പർ എടുക്കട്ടെ, ഒരു സൈനും
എന്താടാ കേട്ടില്ല? അതിലൊരു പേപ്പർ ഒരു സൈൻ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട 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 അപ്പൊ ബ്രോ കാണാം കാണാം വള്ളിയൊക്കെ നടക്കട്ടെ. ഓക്കെ 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 ഇവിടുത്തെ തന്നെയാണ്. ഓ കേരള വണ്ടിക്കത് ഇപ്പൊ നമ്മള് വണ്ടി എടുത്ത് ഈ വളവെത്തുമ്പോ പറയണേ കറക്റ്റ് ആ കൊട്ടയുടെ മുന്നിൽ തന്നെ ഇതിന് ചാടിയത്. അതേ പറയുള്ളൂ, ഒരു അംശമില്ല മനസ്സിലായ. അതാണ് എന്റെ കാര്യം. അണ്ണൻ എന്തായിരുന്നു പരിപാടി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കെന്ത് പരിപാടി? ഞാൻ വന്നപ്പോ നീ റേഡിയോക്ക് നടന്ന കാറിന് നിന്നെ തല്ലി കൊല്ലുന്നതെന്ന് പറഞ്ഞു. എടാ സേഫ് സോൺ ആണോ ശരിക്കും? അല്ലല്ലോ, ഇതേ അക്സെപ്റ്റ് ചെയ്തൊക്കെ ഇടുന്നു. വാറൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെ വരെ പിടിച്ചല്ലേ. ഇല്ല 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 സേഫ് സോൺ ഒന്നും അല്ല. നമുക്ക് എന്ത് സൈസാണ് അണ്ണാ പിന്നെ മെസ്സേജ് അണ്ണാ ഇതിൽ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നാളെ എന്റെ GF ബർത്ത്ഡേ. എടാ നാളെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്റെ GF-ന് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു ബർത്ത്ഡേ ആവട്ടെ. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ചെറുക്കനെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ പുള്ളിക്കാരി. ഹാപ്പി ബർത്ത്ഡേ നിന്റെ GF. നീ ആളെ കണ്ടുപിടിക്കും. അത് ഹേബിലത് അത് അമ്മാരല്ലേ വീണ്ടും വന്നിടിച്ചേ. എടാ ജോക്കി എന്തിയടാ? ജോക്കി ഇവിടെ ഉണ്ടല്ലോ. കണ്ണ സിറ്റി ഇല്ല. ജോക്കി ഇല്ല ഇവിടെ? നേരത്തെ ഉണ്ടായിരുന്നു, 1.5 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആരുമാണ് കേട്ടോ. അതേ ഗ്യാങ്സിൽ പോന്ന്. ഇതൊന്നും സത്രമാണ്. നമ്മുടെ ആരോ ഇവിടെ നമ്മളാകെ 4 പേരേ ഉള്ളത്. നമ്മളാകെ 4 പേരേ ഉള്ളത്. അല്ലല്ലോ, ഉണ്ട്. ഇതാരാ ഫ്രണ്ട് തന്നെ ആരാ? ഹലോ 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 ഡേ ഡേ എന്താ ഹലോ ഹലോ സുഹൃത്തെ. ഹലോ സുഹൃത്തെ ഹലോ എന്താ? കുടുംബം ആ 3 പേരും വണ്ടി കയറി. ആ ഇനി നീ എങ്ങനെ താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ്. ഹലോ ആ എന്താ ബ്രോ? ഒന്നുമില്ല. ഗാങ് ഹൗസിനകത്ത് പെർമിഷൻ ഇല്ലാതെ കേരളം അറിയില്ലേ? അത് കേറിയല്ല, അറിയാതെ ഇവിടെ സ്റ്റക്ക് ആവുന്നുണ്ട് ഗെയിം. അതാണ് ഗെയിം. അതെന്താ കണ്ടല്ലോ ഗെയിം എന്താ വന്നത്? ഞാൻ പുതിയതായിട്ട് വന്ന എനിക്കറിയില്ല. ആണല്ലേ? ഓക്കെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരു ഹെൽപ്പ് ചെയ്യോ? ആ ഈ ഡേയില് പറയോ? എന്ത് എവിടെയായിരുന്നു ഇത്ര നാള്? ട്രിപ്പിന് പോയേക്കുവായിരുന്നല്ലേ? ഞാൻ പറഞ്ഞ ഡയലോഗ് നീ പറയണം കേട്ടോ. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ മോനെ ടിവിനെ അടിക്കണം എന്ന് പറഞ്ഞേ. ടിവിനെ അടിക്കണമെന്നോ? മോനെ ടിവിനെ അടിക്കണം എന്ന് പറഞ്ഞേ. എങ്ങനെ മനസ്സിലായില്ല? ഈ സെയിം ടോണിൽ പറയണം. ഈ സെയിം ടോണില് മോനെ മോനെ ടിവിനെ അടിക്കണം. ആ സാധനം ആ സാധനം ടിവിനെ അടിക്കണം. ഞാൻ പോട്ടെ. ടെസ്റ്റ് പാസ്സാണ്. അവരകത്ത് കൊണ്ടുവാ. അടുത്തൊരാള് ഇവിടെ. എന്തൊക്കെയാലേ? അയ്യോ വിട 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 പോട്ടെ 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 പോട്ടെ. എടാ ഇത് നമ്മുടെ സെക്യൂരിറ്റി ആണല്ലേ? PL ഫിക്സ് ആയത്. എടാ ഒന്നും പറയല്ലേടാ. നാക്കെടുത്ത് ദയവേത് ഒന്നും പറയല്ലേ. വാ കേറ്. എടുക്കല്ലേ? നമുക്കേ ആരും ഇല്ലല്ലോ ഇന്ന്. നമുക്ക് എന്തേലും പള്ളിയൊക്കെ എടുത്ത്. എനിക്ക് എന്തേലും ചന്തി പോലും ഇല്ല. ഒരു ഡ്രസ് മാറാം. ഡ്രസ്സൊന്നും മാറണ്ട. എന്തിനാ ഡ്രസ്സ് മാറണം? എല്ലായിടത്തും പവർ കട്ടാണ് എല്ലായിടത്തും. ആ എല്ലായിടത്തും പവർ കട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടാ അവിടെ പവർ കട്ടൊന്നും ഇല്ല നിങ്ങൾക്ക്? എന്റെ ഇവിടെ ഇപ്പൊ പോയി തുടങ്ങും. ഇപ്പൊ തുടങ്ങും. ടൈം ആയി പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ പോവായിരിക്കും. ടേബിളിന്റെ അവിടേക്ക് ഇപ്പഴേ ഉണ്ടെന്ന് അറിഞ്ഞു. ഇല്ലടാ സിറ്റിയിലൊന്നും ലീഡേഴ്സ് അടിക്കുന്നതിന് സ്റ്റോറി. ജോക്കി എന്താ സ്റ്റോറി ഇട്ടേക്കുന്നത് നോക്കട്ടെ. ജോക്കിയുടെ സ്റ്റോറി എന്താ ഇട്ടേക്കുന്നത് നോക്കട്ടെ. ബ്ലൈൻഡ് ജോക്കർ KCB Ltd ഒന്നുകിൽ ഒരു നിശ്ചിത സമയത്തിന് എല്ലായിടത്തും ഒരേ സമയം പവർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. നന്ദിയില്ല, നമസ്കാരം. ഓക്കെ. KCBക്ക് ഒരു പൊൻതൂവലാക്കി ഒരു ജോക്കിയുടെ വക ഒരു. എടാ ജോക്കിക്കെതിരെ കേസായ കേട്ടാ. ഗവൺമെന്റ് സ്ഥാപനത്തിനെതിരെ സംസാരിച്ചതിന് പുള്ളി കുറച്ചു നാളത്തേക്കില്ല. KCB തന്തി കളിച്ചോണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട്. KCB ഒഫീഷ്യലിനൊക്കെ മെൻഷൻ ചെയ്ത് എന്തോ സ്റ്റോറി ഒക്കെ ഇട്ട് പുള്ളിയെ കൊണ്ടുപോയി. ഇനി പുള്ളിയുടെ ഫ്ലാറ്റ് മാത്രം കറണ്ടും ഇല്ല.
എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ. മര്യാദക്ക് സംസാരിക്കണം, പിന്നെന്താ? മനസ്സിലായോ? നമ്മൾ പോകുന്നിടത്ത് ആരെ കാണാൻ പോണോ അവിടെ പോകുന്നു, നമ്മൾ മര്യാദക്ക് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. ചെറുതായിട്ടൊക്കെ വള്ളി പിടിക്കാൻ കേട്ടാ. ഓക്കെ, എണ്ണം പറഞ്ഞോണ്ട് നീ പിടിച്ചോളല്ലോ. ആ അവന് ജസ്റ്റ് ഇടിക്കാൻ പറ്റിയില്ല. EMS തന്നെ ഉണ്ട്. EMS അടിച്ചത് വിളിച്ചു. ഈ ഇവിടെ എന്താ മതിയാ എന്താ വെച്ചിട്ടുള്ള ഇത് മറ്റവൻ. യെസ് മച്ചവൻ ഞങ്ങൾ തന്നെ. എനിക്ക് റാൻഡം ഇപ്പൊ ചെയ്യാൻ പേടിയാണ്, സത്യം പറയാലോ. എന്തൊക്കെയുണ്ട് ഈ വണ്ടി കൊള്ളാട്ടെ, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട്. ഈ ഹലോ. വണ്ടി ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടോ? പിന്നെ ഹലോ, അണ്ണാ പീറ്റർ അണ്ണാ. ആ പീറ്റർ പറഞ്ഞോ. അണ്ണാ ഒരു 5 ഷെയർ കാണുമോ അണ്ണാ? ഇല്ലല്ലേ ഇത് പുറത്തുനിന്ന് കിട്ടൂല. ഇപ്പൊ 5 സീറോ മറിക്കാൻ എന്റെ ഇല്ല, 5 പൈസ ഇല്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ തന്നേന്, 1 രൂപ പോലും ഇല്ല കയ്യില്. अन्ना मैं सोचा तुम बड़ा आदमी है इसलिए 500 शेयर है आपके पास। എന്താ ഇത് ട്രെയിനിൽ അനൗൺസ്മെന്റ് അല്ലേ? ഹലോ എന്താ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു അണ്ണന്റെ കയ്യിൽ ഒരു 500 കോടി കാണും. ഇല്ല എല്ലാം എടുത്തു വെച്ച് മറിച്ച് കളഞ്ഞു ഞാൻ. ഒരു ഇതിന് കൊടുത്തേക്കുവാ, ഇൻട്രസ്റ്റിന് കൊടുത്തേക്കുവാ. ഒരു 5 കോടി മറക്കാനല്ല, എന്തിനായിരുന്നു 5 കോടി ഒന്ന് പറഞ്ഞേ? ഒരു വണ്ടി എടുക്കാനാണ്. ഞാനിപ്പോ ഒരു 26 ഇയർ ആയി, റിമൈനിങ് ഒരു 5 ഇയർ. 5 ഇയർ കടമായിട്ട് തന്നാ എപ്പോ തിരിച്ചു തരും? ആ കടമായിട്ട് തന്നാൽ ഞാൻ പണിയെടുത്ത് തിരിച്ചു തരും. എന്ന് തരും? ഒരു വിത്തിൻ 1 മന്തിനകത്ത് തരും. 1 മന്ത് 5 സിആറിനാ? എടാ ഇവിടെ ഒരു ദിവസം പണിയെടുത്താ 8 കോടി കിട്ടും. ഒരു ദിവസം. അണ്ണാ ആൾറെഡി മെയ്ഡ് സിറ്റി പേ 1 घंटा तक है ना, 1 മണിക്കൂർ. എന്തോ കേട്ടില്ല, മനസ്സിലായില്ല. സിറ്റിയിൽ ആൾറെഡി 1 മണിക്കൂറേ വരാൻ പറ്റുള്ളൂ അണ്ണാ. അതെന്താ അങ്ങനെ? പുറത്താ. ആരുടെ? ദൂസര കൺട്രി മേണ. ദൂസര കൺട്രി? ദൂസര കാമുണ്ട്. ഓ വേറെ കാമുണ്ടല്ലേ? ആ ഓക്കെ. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള കൺട്രി. ആ ഓക്കെ. ആ മനസ്സിലായി. അപ്പോ 1 മണിക്കൂറേ കിട്ടും അണ്ണാ. ഓ ഓക്കെ മനസ്സിലായി. ഡ്യൂട്ടി ഈ സിറ്റിയില്. എവിടെ വരട്ടെ? അങ്ങനെയാണെങ്കിൽ 7010 വാ. 7010 അല്ലേ? 7010 അല്ലേ? 7010 ജസ്റ്റ് ഇട്ടുകൊണ്ടാണ് കേൾക്കാന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആളെ പിടിയോ? എന്താ പ്രാങ്ക് ആയിരുന്നല്ലോ. ഉടുപ്പൊക്കെ ഊരിട്ട് വേറെ ഉടുപ്പ് എന്തിനു പരിപാടി ഇവിടെ? അത് ഞാൻ ചോദിക്കേണ്ടതല്ലേ, ഒരു ഉടുപ്പ് കൂടിയിട്ട് 4 ആണുങ്ങളെ കൊണ്ട് വണ്ടി തുടങ്ങി എന്തോ ഉദ്ദേശിച്ചു? ചൂട് സമയല്ലേ കുട്ടി, എന്തിനു ചൂടാന്നറിയോ? അയ്യോ ചൂട് കാരണം നിക്കാനിരിക്കാനും പറ്റില്ല, AC ഇട്ടിട്ട് പോലും ഇത് പറ്റില്ല, അത്രയ്ക്കും ചൂടാ. കൂളിങ്ങില്ല. എന്താ കേക്കെ സിറ്റി സൈഡ് ഒന്നും അങ്ങനെ കേക്കെ അധികം കാണാറുള്ളതല്ലോ. എന്നെ നിങ്ങളുടെ ഗോഡ് ഫാദർ വഴിക്ക് കളഞ്ഞിട്ട് പോയി. വഴിക്ക് കളഞ്ഞിട്ട് പോയോ? ആ ഇത് നമ്മുടെ കൂടെ അന്ന് മീറ്റിങ്ങിനൊക്കെ വരുന്ന ആ കുട്ടി തന്നെയാണോ അത്? ആ കുട്ടിയല്ല. എന്താണ്? You remember one Lucia? She's no more. എന്ന് പറഞ്ഞ മയ്യത്തായിന്ന്. ലൂസിയക്ക് എന്ത് പറ്റി? ലൂസിയ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അണ്ണാ തലയിറക്കം വരണമെങ്കിൽ പറയണേ. പിടിക്കണോ? പിടിക്കണോ? ലൂസിയ അയ്യോ അണ്ണ പിടിക്കണോ? നൊക്ലാജിയ എടുത്തു നോക്കാനായിരിക്കും. അതൊക്കെ എൻ്റെ സേഫ് ആയിട്ട് ഫോൺ വന്നിട്ടാ പോയെ. അവളുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും? യെസ്. അപ്പൊ ചാറ്റൊക്കെ കേക്ക് വായിച്ചാണോ അല്ലേ? ആ ചാറ്റ് വായിക്കരുത് കേക്കെ. ആ ചാറ്റ് ഒരിക്കലും വായിക്കരുത്. പെൺകൊച്ചും ബാക്കിയൊക്കെ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. കേക്ക് വെറുതെ അല്ലല്ലേ നൈറ്റ് സിറ്റിയിലൊന്നും പുറത്തൊന്നും കാണാത്ത? ചാറ്റ് വായിക്കലായിരുന്നല്ലേ വീട്ടിൽ ഇരുന്ന്?
അണ്ണാ വിഷമിക്കില്ല അണ്ണാ. സാരമില്ല അണ്ണാ. ലൂസിയെ അയ്യോ പാവ അണ്ണാ. അവസാനമായിട്ടൊരു ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ലൂസിയെ. അതിന്റെ അണ്ണാ വെള്ളം വിളിച്ചല്ലേ വേണോ? വിളിച്ചപ്പോ നിങ്ങൾ പോകത്തല്ലേ? എന്റെ അവസാനമായിട്ട് വിളിച്ച സമയത്ത് ഞാൻ തിരക്കിലായി പോയി. കേക്ക് ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ലൂസിയെ. നിങ്ങൾ അതിന്റെ എന്തൊരു മനുഷ്യനാണോ കേക്ക്? നിങ്ങള് ഇങ്ങനെയാണോ ഒരാളുടെ മരണ വാർത്ത പറയുന്നത്? ഇതിനേക്കാളും ഭംഗിയിട്ട് എങ്ങനെ പറയാൻ എനിക്ക് പറ്റും? ഗ്യാങ് അല്ലടാ പ്രയോറിറ്റി. നമ്മള് വാറണ്ടടക്കി വെച്ചാളാ ലൂസിയെ വിളിച്ചത്. കേക്ക് സമാധാനിപ്പിക്കേക്ക് ഇങ്ങനെ മരം പോലെ നിക്കാതെ. Come on, Mr. Vasu, വിഷമിക്കില്ലേ? ലൂസിയെ അയ്യോ ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റിയില്ല അവസാനമായിട്ട്. അയ്യോ പറഞ്ഞ വാക്ക് എന്നോട് പറയിപ്പിക്കരുത്. കേക്ക് അതൊന്നും ഇവിടെ പറയല്ലേ കേക്ക്. കേക്ക് നമുക്ക് കുറച്ചിനി കാണണം. നമുക്ക് കാണാം. വേണ്ട വെള്ളം വേണോ അണ്ണാ? വെള്ളം വേണോ അണ്ണാ? വേണ്ട വേണ്ട വേണ്ട. കണ്ണീർന്ന് ഒത്തിരി വരുന്നത് വായിലോട്ട് തന്നെയാ പൊക്കോണ്ടിരിക്കുന്നത്. അയ്യോ പൈപ്പ് ഇട്ടേക്കണോ? ഉപ്പുണ്ട് കേട്ടോ ഇന്ന്. പിന്നെ അവിടെ കൊടുക്കണ്ടേ? ഉപ്പില്ലാത്ത വെള്ളം വേണോ? ഇങ്ങനെയാണോ കേക്ക് ഒരാളുടെ മരണ വാർത്ത ഞാൻ പറയുന്നത്? ലൂസിയെ പോയി. ഓ മരണ വാർത്ത. എന്ത് ഡീസന്റ് ആയിട്ടാ പറഞ്ഞേ? പിന്നെ അയ്യോ മയ്യത്തായി. എടാ ഈകളെ കരയില്ല, എനിക്ക് വിഷമമാവുന്നു. ഷീസ് നോ മോർ എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ പുള്ളിക്ക്? പറഞ്ഞെടുത്തു. അല്ല അത് മനസ്സിലാകത്തില്ല. ആ ഒരു ഇതൊരു കേക്ക് ഒന്ന് വരും. ഒരു സെക്കൻഡ് എക്സ്ക്യൂസ് മീ കേക്ക്. ഓക്കെ ഓക്കെ. യെസ്. ഇത് ശരിക്കും കൺഫേംഡ് ന്യൂസ് ആണോ? ആ കൺഫേം ന്യൂസ്. അല്ല ചേട്ടൻ വന്ന് ബോഡിയൊക്കെ ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് ബോഡി അവിടെ തന്നെ ദഹിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളറിയിച്ച. നമ്മുടെ ഇവിടുത്തെ സെമിത്തേരിയിലാണോ? ഇവിടുത്തെ സെമിത്തേരി. അതെ അതെ, സാൻഡിയിലെ. സാന്റിയിലെ സെമിത്തേരിയാ? അതെ. എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ലൂസിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. 2 വർഷമായിട്ട് നമ്മളോടും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ടൂറ് പോവാണ്, മസാജിങ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാറ് ലീവ് എടുത്തിട്ട്. എന്നോട് എപ്പോഴും പറയാതെ ഒരു പോക്ക് പോവും. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം വരുന്നേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന് യൂസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ബിസിനസ് തുടങ്ങിയില്ലേ നമ്മൾ പുതിയത്. അപ്പോൾ ഒന്ന് വിളിച്ചു ലൂസി അല്ല എൻ്റെ ഹെഡ്. വിളിച്ചപ്പോഴാണ് അവളുടെ ചേട്ടൻ പറയുന്നത് ലൈക്ക് ആ ലൂസിനെ വിളിക്കേണ്ട, ഷീസ് നോ മോർ എന്നിട്ട് നമ്മുടെ ഫോൺ തന്നിട്ട് പോയി. ഇനി വിളിക്കേണ്ട കേക്ക് ഇനി ഫോണൊക്കെ കൈ വെച്ചോ. അവർ ചേട്ടനും ആ ചേച്ചിയും ഒക്കെ കുടുംബത്തിൽ നിന്ന് പോയി. ഐ മീൻ നാട് വിട്ടു പോയി കുടുംബത്തോടെ. ലൂസിയക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിച്ചു ഒരു വാക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ എവിടെ പോയിട്ട് ചികിത്സിക്കായിരുന്നല്ലോ. എത്ര കോടി വേണേലും മുടക്കുമായിരുന്നല്ലോ ഞാൻ. എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ ഇല്ലാത്ത ഡോക്ടർമാരുണ്ടായിരുന്നു കേക്ക്. അതാണ് ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയി. കേക്ക് ലൂസിയക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം എനിക്ക് പണിയണം ഈ സിറ്റിയിൽ. ആണോ? എവിടെ പണിയാൻ നമ്മള്? ബസ് സ്റ്റാൻഡോ കുളിമുറിയോ എന്തെങ്കിലും. ഓ കുളിമുറിയോ? ഐ മീൻ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും. എന്നൊക്കെ ബസ് സ്റ്റാൻഡ് കൊടുത്താലോ? ബസ് സ്റ്റാൻഡാ പണിയാ? നമുക്ക് സാൻഡി തോറണം പണിയാം. അവിടെ തന്നെയാണ് അവളുടെ ആത്മാവ്, ഐ മീൻ അവളുടെ അങ്ങനെ പറയല്ലേ. ഇടക്കിയത്. എൻ്റെ മനസ്സിൽ എനിക്കിപ്പോഴും സെൽഫി അയക്കുന്ന ഒരു സാനിയുണ്ട്, അത് മതി. ലൂസിയുണ്ട്. അല്ല ലൂസിയ, പെട്ടെന്ന് പേര് മാറിപ്പോയതാ, ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ഇരുന്ന് സേഫാണേ. മക്കി എന്താ ചെയ്യണ്ടേ എനിക്കൊന്ന് പറഞ്ഞതാ. നമുക്ക് സാൻഡിയിൽ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് സാൻഡിയിൽ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇത് ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. പിന്നെ ഞാൻ ഷോക്കായി പോയില്ലേ. എന്ത് വിഷമല്ല ഈ നമ്മുടെ ജയിപ്പ് ഞാൻ സഹിക്കും. ആര്
JP-യുടെ പഴയ ക്രഷായിരുന്നു. ക്രഷ് ആ ഓക്കെ 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 ഓക്കെ. ക്രഷ് ഇപ്പൊ ആർക്കാ തോന്നുന്നത്? നയൻതാരയുടെ എല്ലാവർക്കും ക്രഷ് ഉണ്ട്. എന്തായാലും തിരിച്ച് നയൻതാരക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണോ? അല്ലല്ല ഞാൻ പറഞ്ഞു ക്രഷ് വൺ സൈഡ് ക്രഷ് ആകുമ്പോൾ വിഷമം ഉണ്ടാവില്ല ആർക്കാണെങ്കിലും. അതുണ്ടാവും അതുണ്ടാവും. അല്ല എന്നെ മനസ്സിലായി മീശൊക്കെ വെച്ചിട്ട് ലോങ് ടൈം. എനിക്കിതൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? നമ്മുടെ കൂട്ടത്തിൽ കുറെ അവന്മാരുണ്ട്. ബോത്തിന് ഉണ്ടി എടുത്ത് വെക്കും എന്നിട്ട് ആളെ മാറിയെന്നാണ് അവന്മാരുടെ വിചാരം. ഞാൻ പഠിക്കാത്തോട്ടോ. ചിലവന്മാര് താടി കടിച്ചു പിടിച്ചോണ്ട് വരും, പോയിസ്റ്റ് അടിച്ചോണ്ട് വരും. ഇവരൊക്കെ വിചാരം ഇതെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോ ആളെ തിരിച്ചറിയാനേ പറ്റത്തില്ലെന്നാണ്. മണ്ടന്മാര് നമ്മൾ പിടിക്കൂലേ ഇതൊക്കെ? അല്ല നമുക്ക് സ്നേഹമുള്ളത് കണ്ടാ തിരിച്ചത്. പക്ഷെ നിൽക്കുന്നപ്പോ മനസ്സിലായിട്ടോ എനിക്ക് ദൂരെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ ഇരുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് ചൊല്ലുന്നുണ്ട്. ആ കൊച്ചിന്റെ പേരെന്താ പറഞ്ഞ പോലെ? അത് ശൈല. സ്റ്റൈല? ശൈലല്ല സൈല. 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 ഓക്കെ. സൈല കൊള്ളാം, കുറച്ച് കെയറിങ് ആണ്. അതെ നല്ല കൊച്ചാ. നല്ല വെച്ച ഒരു മിനിറ്റ് നമുക്കൊന്ന് സാൻഡി പോയിട്ട് തീ കത്തിക്കണ്ടേ? പിന്നെ കത്തിക്കണം. ഞാൻ വരാം. ഞാൻ അതിനു മുമ്പ് ഇവിടെ കടം കൊടുക്കാന്ന് പറഞ്ഞു. ഒന്ന് കൊടുത്തോട്ടെ. ഓക്കെ ബ്രോ ഒന്ന് അങ്ങോട്ട് വിടണേ പ്ലീസ്. ആ നീ ഒന്ന് വരുമോ? നമ്പർ അണ്ണാ. ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് കടം തരാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല. എന്നാലും നീ അല്ലേ? എന്നാ പിന്നെ വേറെ ദിവസം കടം തരാം. അല്ല അങ്ങനെയല്ല. പിന്നെ എന്താണ് എന്തിനായിരുന്നു പൈസ നിങ്ങക്ക്? എന്തിനായിരുന്നു പൈസ? പുതിയ വണ്ടി വന്നായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി. വണ്ടി വാങ്ങിക്കാൻ വേണ്ടി. നല്ല ചൊവയുണ്ടല്ലോ നിനക്ക്. ഇത് ഷെയോ അത്? അല്ല ഗാഡി ആയണ്ണ ദൂസരായൊക്കെ അച്ഛാ ഗാഡി. നീ വാ ഇങ്ങോട്ട്. നീ മാത്രം വാ. ഓക്കെ അണ്ണാ. ശരി അണ്ണാ. ഫസ്റ്റ് അണ്ണനക്ക് ഫോൺ ചെയ്യാ. നമ്പർ പറ അണ്ണാ. 3319. ഒരു മിനിറ്റ്. ഓ എന്റെ ബാങ്കിന്റെ സെർവർ ഡൗൺ ആണ്. വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ബാങ്കിൽ പോയാൽ എന്താ കേട്ടില്ല? അല്ല ബാങ്കിൽ പോയാൽ വിഡ്രോ ചെയ്യാൻ അല്ലേ? ബാങ്ക് അവധി അല്ലേ? ആ നമ്പർ പറ. മൊബൈൽ നമ്പർ ആണോ? ആ അല്ല പിന്നെ എന്റെ താലൂക്ക് ഓഫീസ് നമ്പറാ. മൊബൈൽ നമ്പർ അണ്ണൻ പാസ് ആണ്. എന്റെ നമ്പർ इसलिए फोन करने के टाइम पीटर पार्कर अन्नू के पास है, भाई के पास है. हेलो हेलो ജോക്കി. ഹലോ സൗണ്ട് കുറവാ. KCB ഫ്യൂസ് പറിച്ചോണ്ട് പോയെന്നേ. ഗവൺമെന്റ് കാര്യത്തിൽ എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. എനിക്ക് നാട്ടിൽ ജീവിക്കേണ്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു രീതിയിൽ ഇടപെടത്തില്ല. ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലടാ കുട്ടാ. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞ കേരള വിഷയമായിട്ടുള്ള കേസ് നടക്കുന്നുള്ളൂ. അത് സോൾവ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളിൽ ഇടപെടത്തുള്ളേ. ഞാനേ ഒരു കാട്ടിനകത്ത് എന്നെ ഒന്ന് വിളിക്കൂ. അതിന് നിന്റെ ജോക്കി വിളിക്കുന്നു വീണ്ടും. ഹലോ ജോക്കി കൊച്ചു കഴിവറി. നീ എന്ത് പെറാൻ കിടക്കുവാന്നോ? നീ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുക. അതോ നീ പെമ്പിള്ളാർ കൂടാണോ? ഓ കറണ്ട് പോയതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. ബ്രാവോടെ മൈക്ക് മേടിക്കാൻ പോയല്ലേ തിരുവല്ലയില്? എന്റെ മൈക്കിന് എന്താ കുഴപ്പം? നല്ല ചെവിക്കാത്തിരുന്ന് ഊതുന്ന പോലെ ഉണ്ട് എന്റെ. ഇപ്പോഴോ മോനെ? ഇപ്പൊ ഓക്കെയാണ്. അതെ, ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യരുത് കേട്ടോ. ഇല്ല. ഞാൻ ഒരു സൂപ്പർ. വല്ലാത്തൊരു ചുമ. ഹലോ ജോക്കി. എടാ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പെട്ടെന്ന് പറ. അല്ല നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാം. ബാ. ഓക്കെ ഞാൻ കൊണ്ടുവരാം. ലൊക്കേഷൻ ഇതൊക്കെ ഒരു സുഖമല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോള് വന്നോണ്ടിരിക്കുന്നോണ്ടാണ്. ഒരു മിനിറ്റ് പേടിയുണ്ട്.
സെലക്ട് കോണ്ടാക്ട് പീറ്റർ പാർക്കർ ഇതല്ലേ? പീറ്റർ പാർക്കർ. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 100 തിരിച്ചെന്നെ തന്നെ ചേട്ടാ, ഞാൻ 10,000 lakh, 10 lakh crore. അയച്ചിട്ടുണ്ടേ. ഓ സൂപ്പർ അണ്ണ, സൂപ്പർ. സൂപ്പർ അല്ല, പൈസ തരണം തിരിച്ച്. സൂപ്പർ, നീ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് പൈസ തരണം. അല്ലല്ല, നീ നിനക്ക് എന്നെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ മതി. നിങ്ങളുടെ രണ്ടിന്റെ പേരെന്താ? എന്റെ പേര് ജോൺ ദുരൈരാജ്, ജെഡി എന്ന് വിളിക്കും. ജെഡി. ഇവരുടെ പേരെന്താ? എന്റെ പേര് ടർബോദാസ്. ടർബോദാസ് ജെഡി ആണ് ഇതിന്റെ സാക്ഷികള്. ഇവൻ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളെ മേടിക്കേ. അപ്പൊ നല്ലൊരു വണ്ടിയൊക്കെ എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഇതുപോലെ സഹായം വരുമ്പോൾ ചോദിക്കാം. അല്ല, ഇനി ആദ്യം ഈ പൈസ തിരിച്ചു തന്ന് എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം സഹായിക്കണോ വേണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം. അവനൊരു ബാക്കി ഉള്ളത് മനസ്സിലായി. ഓക്കെടാ, ഓക്കെ, ശരി ശരി. പറയടാ, നീ എന്ത് പറയാനാണ് ഗോകു? ഞാൻ പറഞ്ഞു. ഹലോ ബ്രോ. എത്ര കോടി കൊടുത്ത്? 5 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിനക്ക് ആ പൈസ തിരിച്ചു കിട്ടുമ്പോ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. കിട്ടുമെന്ന് അറിയത്തില്ല. ഞാനൊരു അർജന്റായിട്ടൊരു സ്ഥലം വരെ പോയിട്ട് വരാവേ. അതാ ചാറ്റൊക്കെ വായിച്ചിട്ടെങ്കിലും കുറച്ച് അണ്ണന്റെ ചാന്റെ കാര്യം സംസാരിക്കുന്നത്. പഠിക്കും. ഞാനൊന്ന് പോയി വിളിച്ചിട്ട് വരാവേ. കുട്ടി അല്ല, ഈ എന്തോ മസാജ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ ലൂസിക്ക് മെസ്സേജ് പറയുന്നത് എന്താ വാസണ്ണ? അയ്യോ അതല്ല മസാജ് ചെയ്യാൻ പോയി. മെസ്സേജ് അയച്ചത് വന്നോന്നാണ് കുട്ടി. എനിക്കാണ് ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വലുതായിട്ട് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കുന്നതല്ലോ. മെസ്സേജ് അയച്ചത് വന്നോന്നാണ്, അല്ലാതെ മസാജ് ഒന്നല്ല. മസാജ് അല്ല കേട്ടോ, മെസ്സേജ് ആയിരുന്നു. മസാജ് അല്ല, ലൂസി മസാജ് ചെയ്യാൻ വേണ്ടി പോയതല്ലേ ഞാൻ പറഞ്ഞു. ടോക്കിയോക്ക് പകുതി തലയും വാലും കേക്കുള്ളൂ കൊച്ചി. കേക്ക് വല്ലാണ്ട് മാറ്റി പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. കുട്ടിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സൈല. കാണാം സൈല, കാണാം. നൈസ് ടു മീറ്റ് യു. ഞാൻ ജോക്കി ഒന്ന് വിളിച്ചിട്ട് വരാം. വന്നോ? എന്നോട് പണക്കം പറഞ്ഞു ചോദിക്കണേ. ചോദിക്കാം, ഉറപ്പായിട്ട് ചോദിക്കാം. ആളുടെ വണ്ടി അവിടെ ഉണ്ടാവും. ഞാൻ അവസാനമായിട്ടൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ കേക്ക് ചെയ്തു തരാൻ പറ്റുമോ? പറയൂ, എന്ത് പറ്റി? ലൂസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ലൂസിയുടെ ഫോണെങ്കിലും ഞാൻ സൂക്ഷിച്ചോട്ടെ. ഇതെന്താ? അയ്യോ, എന്താ ചുമ്മാ അങ്ങനെ ഇതിനകത്തൊന്നും കത്തിച്ചില്ലല്ലോ. ഹലോ, ആത്മാവൊന്ന് പൊട്ടിച്ചാൻ തോന്നുന്നു. ലൂസിയുടെ ആത്മാവ് വരെ പറയുന്നു കൊടുത്തൂടെ എന്ന്. കണ്ടില്ലേ അണ്ണന്റെ ഒരു സൈഡിൽ 3 ടയർ. ഞാൻ മറ്റേ മിസ്റ്റക്സിന്റെ ലോക്കർ വെച്ചു. ഒന്നെടുത്തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സുബ്രഹ്മണ്യ അത്യം തോന്നുന്നു കേട്ടാ. അത് വേണോ? അല്ല, ഞങ്ങളുടെ മിസ്റ്റക്സിന്റെ കുറെ കോളും. ഞാൻ ജോക്കി പിക്ക് ചെയ്തിട്ട് കേക്ക് എടുത്തിട്ട് വരാം. കേക്കയുടെ നമ്പർ എനിക്കൊന്ന് ഷെയർ ചെയ്ത. കേക്ക് ഫോൺ കയ്യിലെടുക്കും. ഫോൺ കയ്യിലിരിക്കുമെന്ന് തോന്നുന്നു. കള്ളം ഇതെങ്ങനെയാണ് എന്നാലും പൊട്ടിത്തെറിച്ചത്? എന്റെ നമ്പർ കിട്ടിയില്ലേ? കിട്ടി. ഞാൻ പോയിട്ട് വരാം. ഹലോ ബാസോട്ട്, എങ്ങാടുള്ളേ? ഞാൻ മുതുക്കിലുണ്ട്. അനക്ക് നിങ്ങൾക്ക് ഒരു സാധനം തരാനേ, നിങ്ങ ഒന്ന് കാണാൻ പറ്റോ? ഓ, ഞാന് ജോക്കിയെ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് വിളിക്കാം. ഓക്കെ ശരി ആട്ടാ. അതിന് എന്താ തമ്പുരാനറിയാം. ഒമ്പനെ തിരിച്ചു കൊണ്ടുവരാൻ വെഹിക്കിൾ ഓൾറെഡി ലെഫ്റ്റ് ആണ്. ടിക്കറ്റ് എടുത്ത് പോയില്ലേന്ന് ജോക്കി അവിടെ ലൊക്കേഷൻ അയച്ചോണ്ടിരിക്കുന്നു. ചന്ദ്രയുടെ ഫ്രണ്ടും ബാക്കും സൈസും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. അല്ല, ചുറ്റും എല്ലാ വണ്ടിയും പൊട്ടിത്തെറിക്കുന്നു. അതൊക്കെ അപ്പാപ്പൻ ചെയ്യുന്ന ഓരോ ഇത് പോകില്ല. വയസ്സാം കാലത്ത് പുള്ളി ഇതൊക്കെയല്ലേ എൻജോയ് ചെയ്യണത്.
ഇങ്ങനെ ഇവിടെ എന്തൊക്കെയോ അയ്യോ എന്തൊരു ചിണക്കം കുട്ടി ഒന്ന് മാറിയെന്ന് ചിണങ്ങോ ചിണക്കം പറഞ്ഞൊന്നും മനസ്സിലായത് ആർക്കറിയാം ചിണുങ്ങി പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? കണ്ണ എന്താണ് ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട്? എടാ എങ്ങനെയല്ലോ അവിടെ എത്തിയില്ലെങ്കിലേ കണ്ണാടിയും കണ്ണും എല്ലാം പോവും. ഇതെന്താ വണ്ടി ഓടിക്കാൻ പറ്റാത്ത? കണ്ണാടി വന്നേട്ടാ എന്താ എടാ ഈ അപ്പാപ്പൻ ഇരുന്ന് എന്തോ ചെയ്യുവാടാ. ഇല്ലല്ലോ ദൈവമേ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തോട്ട് പുള്ളി അമ്പലത്തിൽ പോകുന്ന സമയത്ത് തേങ്ങ ഉടയ്ക്കുന്നതിനകത്തത് ഒരു പീസ് പൊട്ടി വന്ന് തലയിൽ കയറണേ. ചെയ്യുന്ന ആരും ഇല്ല കേട്ടോ. അങ്ങനെ ചെയ്യും, ആരെങ്കിലും ഒരാൾ ചെയ്യും. മുന്തിരിത്തോപ്പിലാ ജോക്കിയാ? ഈ മീനിനെയല്ലേ ചന്ദ്രൻ ചോദിച്ചത് അവന്മാരടുത്ത്? അത് അവന്റെ കുടുക്കയടിച്ച് പൊട്ടിക്കുമ്പോ അങ്ങ് മാറും. അത് അതിനാണല്ലോ ഈ വ്യക്തി കണക്കിട്ട് പറഞ്ഞത്. ഈ വ്യക്തി കണക്ഷൻ കിടാൻ പറഞ്ഞത് നമ്മളപ്പ തന്നെ ഇറങ്ങിക്കോണേ. മീൻ കേസിലൊന്നും വാറ് വിളിക്കാൻ പോവാൻ എനിക്ക് പറ്റൂലേ? ക്വാളിറ്റി വേണ്ടി ഞാൻ മാത്രം. അതെ പറയേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ച് അവനെ അപ്പോഴേ തമ്മിൽ തല്ലിക്കണം. ഇതൊക്കെ പറഞ്ഞ് അപ്പോഴേ അവനെ നമ്മളെ അടുത്ത ദിവസം അവനെ കൊണ്ട് കൊട്ടയെ വിളിപ്പിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ല. ഇല്ല പ്രശ്നമല്ലേ? നാളെ തൊട്ട് ഞാൻ എന്റെ കറക്റ്റ് സമയത്ത് നേരത്തെ വരാം കേട്ടാ. ഇനിയിപ്പോ ഈ മാസം ഇനി ലീവ് ഒന്നും ഇല്ല. ഇവിടെ ചാടിക്കണ്ട. ഓഫ് റോഡ് വണ്ടി